ഹലോ ഓൾ, നമ്മൾ ഇന്ന് മൊഡ്യൂൾ 2 സിഒയിലെ ഫിഫ്ത്ത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോൺ ന്യൂമാൻസ് ആർക്കിടെക്ചർ ആണ്. ആക്ച്വലി കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ഈ ഒരു ടോപ്പിക് വെച്ചിട്ടാണ്. കാരണം അതിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ആണ്. സോ നമ്മുടെ സിലബസ് പ്രകാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് നോക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും ഒന്നോ രണ്ടോ പോയിന്റ്സ് നിങ്ങൾക്ക് അധികമായിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഒരുപക്ഷെ അത് ഉപകരിക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഈ ഒരു ഫസ്റ്റത്തെ പോയിന്റിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇതൊന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളെ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ ആണ് ആക്ച്വലി, അഥവാ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് ഫോളോ ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ ആണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. പക്ഷെ ഇപ്പോ എസ്പെഷ്യലി റിസർച്ചിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ വോൺ ന്യൂമാൻ ആണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ നോൺ വോൺ ന്യൂമാൻ എന്താണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയുടെ എൻഡിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വോൺ ന്യൂമാൻ എന്താണെന്ന് പറയാം. വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഇതാണ്, അതില് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആണ്. ഓക്കെ, സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആണ് ഈ ഒരു ജോൺ വോൺ ന്യൂമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു ആർക്കിടെക്ചറിന്റെ പ്രത്യേകത. അപ്പൊ എന്താണത് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പ്രോഗ്രാംസ് അതേപോലെ ഇൻസ്ട്രക്ഷൻസ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലേ, ഇൻസ്ട്രക്ഷൻസും അതേപോലെ തന്നെ ഡാറ്റയും സ്റ്റോർഡ് ഇൻ ദ സെയിം മെമ്മറി. ഇതിനെയാണ് ആക്ച്വലി സ്റ്റോർഡ് പ്രോഗ്രാം പറയുന്നത്. ഓക്കെ, എന്നോട് പറയാം, സ്റ്റോർഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാമും അതേപോലെ തന്നെ ഡാറ്റയും. പ്രോഗ്രാം എന്ന് പറയാം, അതിന് പകരം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് എന്നും പറയാം. ഓക്കെ, പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ് പറയാം നമുക്ക്. സോ ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും സെയിം മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ്. ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആണ് ആക്ച്വലി എന്തെന്ന് പറഞ്ഞാൽ വോൺ ന്യൂമൻ ആർക്കിടെക്ചറിന്റെ ഏറ്റവും വലിയ കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിൽ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം കൂടെ പറയുന്നു. ഇറ്റ് ഫോളോസ് SIFT. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതേപോലെ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ഫോളോസ് എന്ന് പറഞ്ഞിട്ട് താഴെ 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു: SIST, SIMD, MIST, MIMD. ഓക്കെ, അപ്പം സിംഗിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡാറ്റ ഇത് ഫോളോ ചെയ്യുന്നത് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ആണ്. അഥവാ ഈ ഒരു രീതിയിലാണ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സിംഗിൾ ഇൻസ്ട്രക്ഷന് അതിലേക്ക് സിംഗിൾ ഡാറ്റ എന്നുള്ള കൺസെപ്റ്റ് ആണ് ആക്ച്വലി വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വോൺ ന്യൂമൻ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഒന്ന്, അത് ഫോളോ ചെയ്യുന്നത് SIST എന്ന് പറയുന്ന ഈ ഒരു ആർക്കിടെക്ചർ ആണ്. അതേപോലെ തന്നെ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആണ് ആക്ച്വലി വോൺ ന്യൂമാന്റെ ഏറ്റവും വലിയ കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ. സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാം അതല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും സെയിം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിന് പറയുന്ന മറ്റൊരു പേരാണ്, അഥവാ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ISA, ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ എന്ന് പറയും. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. അപ്പൊ ഇവിടെ അതിന്റെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. പല ഡയഗ്രംസും പല രീതിയിലാണ്. നിങ്ങൾ പല സോഴ്സുകൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില ഡയഗ്രംസിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് കാണാം. അപ്പൊ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു CPU ആണ്. ഇത് ഒരു മേജർ ആയിട്ടുള്ള പോർഷൻ ആണ് CPU. CPUന്റെ ഉള്ളിൽ ALUവും CUവും ഒട്ടുമിക്ക ഡയഗ്രത്തിലും ഉണ്ടാവാറുണ്ട്. ചിലതിൽ രജിസ്റ്ററിന് മാത്രം എഴുതിണ്ടാവും, ചിലതിൽ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് വരുന്ന അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, ചിലത് രജിസ്റ്റർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടേ ഉണ്ടാവില്ല. അപ്പം അത് നമ്മൾ രജിസ്റ്റർ എന്ന് പറയാതെ, ഇങ്ങനെ മെൻഷൻ ചെയ്യാതെ വെറും ALUവും CUവും മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ള ഡയഗ്രാം ആണെങ്കിലും അതൊക്കെ ശരിയാണ്. ഓക്കെ, കൺസെപ്റ്റ് പ്രകാരം അതൊക്കെ ശരിയാണ്. നമ്മൾ രജിസ്റ്റർ അതിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ആ ഒരു ഡയഗ്രത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ഡയഗ്രാം വരക്കുമ്പോൾ അതിലേക്ക് പോലും. ഓക്കെ, അപ്പൊ നമുക്ക് ഡയഗ്രാം വരയ്ക്കാനൊന്നും എക്സാമിന് വരില്ല നമുക്കറിയാം. എന്നാലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ഉള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു മേജർ ആയിട്ടുള്ള കോമ്പണന്റ്, ഇതിൽ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞ മറ്റൊരു കോമ്പണന്റ്, ഇതിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്, ഇങ്ങനെ 3 മേജർ കോമ്പണൻസ് ആണ് ഇതിലുള്ളത് ഈ സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് ആയിട്ടുള്ള വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിലുള്ളത്. ഓക്കെ, വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ 3 കോമ്പണന്റുകളാണ്. ഒന്ന് CPU ആണ്, 2 മെമ്മറി യൂണിറ്റ് ആണ്, 3 ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, അതിനെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ,
അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്തായിരിക്കും? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ കളക്ഷൻ അല്ലെങ്കിൽ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഒരു യൂണിറ്റ് ആയിട്ട് പറയുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സി പി യു നമുക്കറിയാം. സി പി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള എക്സിക്യൂഷൻ എന്ന് പറയുന്ന അഥവാ പ്രോസസ്സുകൾ ഒരു ടാസ്ക് പെർഫോം ചെയ്യുക അല്ലെ, അത് ആ ഒരു കാര്യം ചെയ്യുന്നത് ഈ സി പി യു അഥവാ സിംഗിൾ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കോമ്പണന്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതിന് തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഐ മീൻ സെപ്പറേറ്റ് പാർട്ടുകളാക്കിയിട്ടുണ്ട്. അതിന് അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് അഥവാ ALU എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ട്. ഓക്കെ, ദെൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, arithmetic and logical units എന്ന് പറയുമ്പോൾ ALU is that part of CPU that handle all the arithmetic and logical operations. ഓക്കെ, നമുക്ക് അറിയുന്ന തന്നെയാണ് അരിത്മെറ്റിക്കലും ലോജിക്കലും ആയിട്ട് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ആക്ച്വലി ALU എന്ന് പറഞ്ഞാൽ. അതിൽ വരുന്ന അഡീഷൻ, സബ്ട്രാക്ഷൻ, കമ്പാരിസൺ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ആൾസോ പെർഫോം വിത്ത് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ അഥവാ ഷിഫ്റ്റിംഗ് ഓപ്പറേഷനും ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കൺട്രോൾ യൂണിറ്റ് ആണെങ്കിലോ, കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള മൊത്തം പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അഥവാ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ആ കൺട്രോൾ സിഗ്നൽസിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ഒക്കെ പെർഫോം ചെയ്യുന്നത്. അഥവാ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതിനെയൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്യാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ, അതിനെ എങ്ങോട്ട് മൂവ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, സിഗ്നലുകൾ കൊടുക്കുന്നതൊക്കെ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അഥവാ എല്ലാ ആക്ടിവിറ്റി നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നതും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റിന്റെ ധർമ്മമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇപ്പൊ നോക്കുക, ഇപ്പൊ നമ്മള് സി പി യുവിന്റെ രണ്ട് മേജർ ആയിട്ടുള്ള പാർട്ടുകൾ പറഞ്ഞു, ALUവും അതേപോലെ സിയും. അതേപോലെ മറ്റൊന്നാണ് രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചും കൂടി ഡെപ്സിൽ പറയാറുണ്ട്. നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഇതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. രജിസ്റ്റേഴ്സും രജിസ്റ്റർ ട്രാൻസ്ഫറും അങ്ങനെ ബന്ധപ്പെട്ട് മൈക്രോ ഓപ്പറേഷനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് രജിസ്റ്റേഴ്സ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ മേജർ ആയിട്ടുള്ള ടൈപ്പുകളും അഥവാ കോമൺലി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, സോ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ സ്പീഡ് സ്റ്റോറേജ് ആണ് അഥവാ ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയാസ് ആണ് നമ്മൾ സി പി യുടെ ഉള്ളിൽ തന്നെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഡാറ്റ പ്രോസസ്ഡ് ബൈ സി പി യു ആർ ഫെച്ച്ഡ് ഫ്രം രജിസ്റ്റേഴ്സ്. അഥവാ നമുക്ക് സി പി യു വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമുക്കറിയാം സി പി യുവിന് എന്ത് ഡാറ്റ ആവശ്യമുണ്ടെങ്കിലും അത് ക്യാഷ് മെമ്മറിയിൽ നിന്നാണ് നമ്മൾ സാധാരണ കൊണ്ടുവരിക. ക്യാഷ് മെമ്മറിയിലേക്ക് മെയിൻ മെമ്മറി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റ മെയിൻ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ സെക്കൻഡറി മെമ്മറിയിലായിരിക്കും. സെക്കൻഡറി മെമ്മറിയിൽ നമ്മൾ മെയിൻ മെമ്മറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും. മെയിൻ മെമ്മറിയിൽ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യമുള്ള ഡാറ്റ ക്യാഷ് മെമ്മറിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ക്യാഷ് മെമ്മറിയിൽ നമ്മൾ ഡാറ്റ എടുത്ത് പ്രോസസ് ചെയ്യുന്നതിന്റെ ഇടയിൽ, ഒരു പ്രോസസ്സിന്റെ ഇടയിൽ നമുക്ക് ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാനാണ് മെയിൻ ആയിട്ട് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ആ സമയത്ത് സി പി യു പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് രജിസ്റ്റേഴ്സ് ആയിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചുള്ളത്. അഥവാ ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളാണ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യാനും ആ ഇന്റർമീഡിയറ്റ് റിസൾട്ടുകൾ വീണ്ടും യൂസ് ചെയ്യാനും അഥവാ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാനൊക്കെയാണ് ഈ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിന് ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്. അത് നമുക്ക് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിൽ വരുന്ന മേജർ ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആണ്. ഒന്ന് അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓപ്പറേഷന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുക, താൽക്കാലികമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ പോലും ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALUവിന്റെ ഈ ഒരു അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ പ്രൊസസ്സറിന്റെ ഭാഗമായിട്ടുള്ള രജിസ്റ്റർ ആണ്. പ്രൊസസ്സർ രജിസ്റ്റർ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളാണ് സ്റ്റോർ ചെയ്യുന്നത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ ആണ്. അഥവാ ഇന്റർമീഡിയറ്റ് പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഫൈനൽ വാല്യൂ ആണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിലൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയാണ് അക്യുമുലേറ്റർ. അവിടെ ആയിരിക്കും എന്തുണ്ടാവുക, ഫൈനൽ റിസൾട്ട് ഉണ്ടാവുക ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ. ഓക്കെ, പിന്നീട് നമ്മളത് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അക്യുമുലേറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യും. പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അഡ്രസിന്റെ അഥവാ നെക്സ്റ്റ് ഏതാണോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് ആണ് ട്രാക്ക് ചെയ്യുക പ്രോഗ്രാം കൗണ്ടറിൽ. ഓക്കെ, അതേപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടറിൽ എടുക്കുന്ന അഡ്രസ്, പ്രോഗ്രാം കൗണ്ടറിന്റെ എടുത്തത് സപ്പോസ് 100 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ 101 ഈ ഒരു ഇൻസ്ട്രക്ഷൻ അടുത്ത എക്സിക്യൂട്ട് ചെയ്യട്ടെ. അങ്ങനെ ഈ 101 എന്ന് പറഞ്ഞ അഡ്രസ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, പി സിയിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇത് ഈ 100 കഴിഞ്ഞ് 101 വരുന്ന സമയത്ത് പീസിന്റെ വാല്യൂ ആർക്ക് കൊടുക്കും, MAR കൊടുക്കുക ചെയ്യുക, മെമ്മറി അഡ്രസ് രജിസ്റ്റർ.
MAR കൊടുക്കും. ഈ മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്താ സ്റ്റോർ ചെയ്യുക? PC യിലുള്ള പോലെ തന്നെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുക. PC പ്രോഗ്രാം കൗണ്ടറും MAR ഒക്കെ എന്താ സ്റ്റോർ ചെയ്യുന്നത്? അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റയല്ല. ഓക്കെ. എന്നിട്ട് ഇത് MAR-ലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ PC എന്ത് ചെയ്യും? PC-ന്റെ അപ്ഡേറ്റ് ചെയ്യും. 102 എന്നുള്ള ഈ വാല്യൂ ആയിരിക്കും PC-യിലേക്ക് വരും. ഓക്കെ. 102 അടുത്തത് 102 അടുത്തൊരു എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാനാകുമ്പോൾ MAR-ന് കൊടുക്കും. അപ്പൊ പിന്നെ PC എന്ത് ചെയ്യും? അതിന്റെ അടുത്തത് 103 അതിനെ PC-യിൽ സ്റ്റോർ ചെയ്യും. ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പം നമുക്ക് മേജർ ആയിട്ടുള്ള 3 രജിസ്റ്റേഴ്സ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു. ഒന്ന് അക്യുമുലേറ്റർ ആണ്, നമ്മുടെ ഫൈനൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതാണ്, അഥവാ ഇന്റർമീഡിയറ്റ് റിസൾട്ടുകൾ വരുമ്പോഴൊക്കെ അതിന്റെ റിസൾട്ട് ആയിട്ടുള്ള വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുമ്പോൾ അഡ്രസ് സ്റ്റോർ ചെയ്യാനാണ്, നെക്സ്റ്റ് അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുക, അഥവാ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുക. ഇനി കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും MAR ഉണ്ടാവുക. ഓക്കെ. അഥവാ PC ആണ് ഓരോ പ്രാവശ്യം MAR-ലേക്ക് അഡ്രസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ MAR ആണ് സ്റ്റോർ ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് നീഡ് ടു ബി ഫെച്ച്ഡ് ഫ്രം മെമ്മറി ഓർ സ്റ്റോർഡ് ഇൻ മെയിൻ മെമ്മറി. അഥവാ കറന്റ്ലി ഇപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് MAR ഉണ്ടാവുക. അതേപോലെ തന്നെ നോക്കുക രജിസ്റ്റേഴ്സിൽ പിന്നെ പറയാനുള്ളത് MDR ആണ്. MDR എന്ന് പറഞ്ഞാൽ മെമ്മറി ഡാറ്റ രജിസ്റ്റർ ആണ്. അഥവാ MAR-ന് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അഡ്രസ് ഇല്ലേ, എന്നിട്ട് ആ അഡ്രസ്സിൽ പോയി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഐദർ ഡാറ്റ കിട്ടാം, അതല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കിട്ടും. ഓക്കെ. ഒരു മെമ്മറി ലൊക്കേഷനിൽ എന്താ ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ പ്രത്യേകത തന്നെ എന്താണ്? സെയിം മെമ്മറിയിൽ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യും, ഡാറ്റയും സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു മെമ്മറി സെല്ലിൽ പോയി നോക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് എന്താ കിട്ടാൻ സാധ്യതയുള്ളത്? ഐദർ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഡാറ്റ ആയിരിക്കും, അല്ലെ? അപ്പം ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ഡാറ്റ ആണെങ്കിലും ആ MAR പറഞ്ഞ അഡ്രസ്സിൽ നിന്നുള്ള ആ ഒരു കണ്ടന്റ് സ്റ്റോർ ചെയ്യുന്നത് അഥവാ കൊണ്ടുവരുന്നത് ഇങ്ങോട്ടാണ്, MDR-ലേക്കാണ്, മെമ്മറി ഡാറ്റ രജിസ്റ്ററിലേക്ക്. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ മെമ്മറി ഡാറ്റ രജിസ്റ്ററിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇൻസ്ട്രക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പൊ നോക്കുക, ഇതിന്റെ ഫ്ലോ ശരിക്കും മനസ്സിലാക്കുക. ആദ്യം PC-ക്ക് അടുത്ത അഡ്രസ് കിട്ടി, പിന്നെ അടുത്ത അഡ്രസ് എക്സിക്യൂട്ട് ചെയ്യാനാകുമ്പോൾ PC എന്ത് ചെയ്യും? അത് MAR-ന് കൊടുക്കും. അല്ലെ? MAR എന്ത് ചെയ്യും? കണ്ടന്റ് ഓഫ് MAR, അതായത് MAR-ന്റെ കണ്ടന്റ് ആർക്ക് കൊടുക്കും? MDR-ന് കൊടുക്കും, അല്ലെ? ദെൻ MDR-ന്റെ കണ്ടന്റ് അഥവാ MDR-ന്റെ കണ്ടന്റ് അല്ല, MDR എന്താണോ അത് ആർക്ക് കൊടുക്കും? IR-ന് കൊടുക്കും. ഇഫ് എങ്ങനെയാണെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ. ഓക്കെ. ഇൻസ്ട്രക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ MDR-ന്റെ കണ്ടന്റ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും? IR-ന് കൊടുക്കും. ഇനി ഡാറ്റ ആണെങ്കിൽ നമ്മൾ ഡാറ്റ രജിസ്റ്ററിന് കൊടുക്കുക, IR. ഓക്കെ. അപ്പം MDR-ന്ന് കിട്ടുന്നത് ഡാറ്റ ആണെങ്കിൽ ഡാറ്റ രജിസ്റ്ററിന് കൊടുക്കും. ഓക്കെ. ഇനി നമുക്ക് ഈ IR-ന് നോർമലി കൊടുക്കാൻ നമുക്ക് അടുത്തത് ഇതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എങ്കിലാണ്, അഥവാ MDR-ൽ കിട്ടിയ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ IR-ലേക്കാണ് കൊടുക്കുക. ഇനി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ ബഫർ രജിസ്റ്റർ ചെയ്ത IBR-ലേക്കാണ് കൊടുക്കുക. ഓക്കെ. അപ്പൊ അവിടെ എന്താ ഉണ്ടാവുക? ഇൻസ്ട്രക്ഷൻ ആണ്, ദാറ്റ് ഈസ് നോട്ട് ടു ബി എക്സിക്യൂട്ട് ഇമ്മീഡിയറ്റ്ലി ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ബഫർ രജിസ്റ്റർ IBR. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള രജിസ്റ്റേഴ്സ്. ഓക്കെ. മെമ്മറി യൂണിറ്റ് നമ്മൾ ഒരു മേജർ ആയുള്ള യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നു? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU. ദെൻ അടുത്ത യൂണിറ്റ് മെമ്മറി യൂണിറ്റ് ആണ്. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസർ ആണ്, അല്ലെ? അപ്പൊ മെമ്മറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റാമിനെ കുറിച്ചിട്ടാണ് ആക്ച്വലി മെമ്മറി യൂണിറ്റിൽ പറയുന്നത്. അഥവാ നമ്മൾ മെയിൻ മെമ്മറി, പ്രൈമറി മെമ്മറി എന്നൊക്കെ പറയും. അതിലാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റയും ഇൻസ്ട്രക്ഷനും സെയിം മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഒരു മെമ്മറി. അപ്പം മെമ്മറി യൂണിറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയാണ്, റാം എന്ന് പറയുന്നത്. ഇനി ഈ റാമിനെയാണ് CPU-നെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CPU-നെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറീസ് ഏതൊക്കെയാണ്? ക്യാഷ് മെമ്മറിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ റാമിനെ ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെ? അതേപോലെ പിന്നെ CPU-ന്റെ ഉള്ളിൽ തന്നെയാണ് ഇത് രജിസ്റ്റേഴ്സ്. പക്ഷേ സെക്കൻഡറി മെമ്മറിനെ CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. സോ CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് റാം അല്ലെങ്കിൽ മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇൻസ്ട്രക്ഷനും ഡാറ്റയും ഹോൾഡ് ചെയ്യും എന്ന് പറഞ്ഞു. സെയിം മെമ്മറി തന്നെ ഇൻസ്ട്രക്ഷനും ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോർഡ് പ്രോഗ്രാം കൺസെപ്റ്റിലെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, ഇതാണ് അടുത്തൊരു ഈ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ മെയിൻ കോമ്പോണന്റ് എന്നുള്ളത്.
അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ആണ് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ട് ഡിവൈസുകളും ഔട്ട്പുട്ട് ഡിവൈസുകളും നമുക്കറിയാം. ഇൻപുട്ട് ആയിട്ട് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ആയിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റകൾ പുറത്തേക്ക് എക്സ്റ്റേണൽ വേൾഡിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസുകളെ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് അതിനെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ മതി എന്തൊക്കെയാണ് ഇൻപുട്ട് എന്തൊക്കെയാണ് ഔട്ട്പുട്ട് എന്നൊക്കെ. ഒന്ന് രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിയാൽ ബസ്സസ്. ബസ്സും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇൻട്രോ മാത്രം പറയുന്നുള്ളൂ. ഇതിലൊക്കെ നമുക്ക് ഡെപ്തിലേക്ക് കോമൺ ബസ് സിസ്റ്റവും അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കുറച്ചും കൂടെ ഡീപ്പിൽ നോക്കാനുണ്ട്. അപ്പം ഇവിടെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മാത്രം അല്ലെങ്കിൽ അതിന്റെ ഒരു ജസ്റ്റ് എന്താന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, സോ ബസ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് പാരൽ വയറുകളാണ്. പാരൽ വയറിന്റെ സെറ്റ് ആണ്. അതെന്താ ചെയ്യാം? അത് രണ്ടോ അതിലധികമോ കോമ്പണന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യും നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ. അഥവാ നമ്മളെ മെയിൻ ആയിട്ടുള്ള കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ പ്രൊസസ്സർ. പ്രൊസസ്സർ ഒരു കോമ്പണന്റ് ആണ്. ദെൻ മെമ്മറി ഒരു കോമ്പണന്റ് ആണ്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ IO. ഇവയെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഒക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബസ് യൂസ് ചെയ്യുന്നത്. അഥവാ ഇത് കണക്ട് ചെയ്യുന്നത് വയർ ഉണ്ടല്ലോ, സെറ്റ് ഓഫ് വയറുകൾ വെച്ചിട്ടാണ് ഇത് ഓരോ കോമ്പണന്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ. ഓക്കെ, ഈ സെറ്റ് ഓഫ് വയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? ബസസ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പം ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു പാർട്ടിൽ അഥവാ ഒരു കോമ്പണന്റ് വേറൊരു കോമ്പണന്റിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ബസ്സുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മേജർ ഇന്റേണൽ കോമ്പണന്റ് ഓഫ് CPU ആൻഡ് മെമ്മറി ആണ് ഇത് കണക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ ഞാൻ പ്രൊസസ്സറും മെമ്മറിയും IOയും ഒക്കെയാണ് മെയിൻ ആയിട്ട് ഈ ബസ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടൈപ്പ് ഓഫ് ബസ്സിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഇവിടെ പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഒന്ന് ഡാറ്റ ബസ് ആണ്, മറ്റൊന്ന് ആക്സസ് ബസ് ആണ്, മറ്റൊന്ന് കൺട്രോൾ ബസ് ആണ്. നമ്മൾ കാർഡ് എന്ന് പറയും. കാർഡ് കൺട്രോൾ ബസ്, അഡ്രസ് ബസ്, ഡാറ്റ ബസ് ആണ്. ഓക്കെ, ഇതിനെ മൂന്നിനും കൂടി കമ്പൈൻ ചെയ്തതിനെ നമ്മൾ എന്ത് പറയും? സിസ്റ്റം ബസ് എന്ന് പറയും. ഓക്കെ, സിസ്റ്റം ബസ്. അപ്പം സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ ബസ്സാണ്. ആ മേജർ ബസ്സിൽ നമുക്ക് ഈ മൂന്ന് ഡിഫറെന്റ് ബസ്സുകൾ ഉണ്ടാവും. അഥവാ ഇതിന്റെ മൂന്നിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സിസ്റ്റം ബസ് ഫോം ചെയ്യുന്നത്. സിസ്റ്റം ബസ് മാത്രമല്ലാതെ വേറെയും ഡെഡിക്കേറ്റഡ് ബസ്സുകളും സ്പെഷ്യലൈസ്ഡ് ബസ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ അതിനെ കുറിച്ചിട്ടൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ബസ്സുകൾ ഡാറ്റ ബസ്സും അഡ്രസ് ബസ്സും കൺട്രോൾ ബസ്സും. കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബസ് നമ്മൾ ഷോർട്ടാക്കി പറയുന്നത് കാർഡ്. കാർഡ് ആക്ച്വലി എന്താണ്? സിസ്റ്റം ബസ്സിന്റെ ഡിഫറെന്റ് ബസ്സുകളാണ് അഥവാ കോമ്പണന്റുകളാണ്. ഡാറ്റ ബസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയാണ് ക്യാരി ചെയ്യുക. ഓക്കെ, ഡാറ്റ ക്യാരി ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് അവിടെ മൂന്ന് കോമ്പണന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അഥവാ IO ഡിവൈസിന് പ്രൊസസ്സറിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് പ്രൊസസ്സറിലേക്കോ ഒക്കെ. അഥവാ മെമ്മറി ഉണ്ട്, ഇവിടെ IO ഡിവൈസും ഉണ്ട്, പ്രൊസസ്സറും ഉണ്ട്. ഇതിനെ മൂന്നിന് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ മൂന്നിന്റെ ഇടയിലുള്ള ഡാറ്റ ട്രാൻസ്മിഷൻ ആണ് ആക്ച്വലി ആര് പെർഫോം ചെയ്യുന്നത്? ഡാറ്റ ബസ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഡാറ്റ ബസ്സിൽ ഡാറ്റ ഉണ്ടാവുക. ആ ഡാറ്റ ക്യാരി ചെയ്യുക എങ്ങോട്ടാണ്? മെമ്മറി യൂണിറ്റിൽ നിന്നോ IO ഡിവൈസുകളിൽ നിന്നോ അല്ലെങ്കിൽ പ്രൊസസ്സേഴ്സിൽ നിന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്ന വേണ്ടിയിട്ട്. ഇനി അഡ്രസ് ബസ്. അഡ്രസ് നമുക്ക് ഒരിക്കലും IO ഡിവൈസിന് ബാധകമല്ല. ഇത് മെമ്മറിക്കും പ്രൊസസ്സറിനുമാണ്. അഥവാ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത വാല്യൂ, മെമ്മറിയിലാണ് നമ്മൾ അഡ്രസ്സുകൾ യൂസ് ചെയ്യുന്നത് അല്ലെ. മെമ്മറിക്കാണ് അഡ്രസ്സുകൾ. സോ ആ അഡ്രസ്സിലുള്ള വാല്യൂ നമ്മൾ ലോഡ് ചെയ്യുക പ്രൊസസ്സറിലേക്കാണ്, IOയിലേക്കല്ല. അപ്പം ഇവിടെയാണ് ഇതിന്റെ ഇടയിലാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്രസ് ബസ് മെമ്മറിയും പ്രൊസസ്സറിന്റെ ഇടയിൽ. ഓക്കെ, കൺട്രോൾ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ സിഗ്നൽ. നമ്മൾ പറയുന്നത് കൺട്രോൾ യൂണിറ്റ് പറയുന്നത് അല്ലെ, CU. ആ കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസിനെ ഈ കൺട്രോൾ ബസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അഥവാ സ്റ്റാറ്റസ് സിഗ്നൽസും അതേപോലെ തന്നെ CPU ഇൻസ്ട്രക്ട് ചെയ്യുന്ന കമാൻഡുകളൊക്കെ കൺട്രോൾ സിഗ്നൽസ് ആയിട്ട് മറ്റുള്ള ആക്ടിവിറ്റികളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസും സ്റ്റാറ്റസ് സിഗ്നൽസ് ഒക്കെ പാസ് ചെയ്യുന്നത് കൺട്രോൾ ബസ്സിലൂടെയാണ്. അഥവാ ഇതിൽ ഡാറ്റയല്ല പാസ് ചെയ്യുന്നത്, അഡ്രസ്സും അല്ല പാസ് ചെയ്യുന്നത്, പകരം എന്താണ്? സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞത് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ആണ്. നമുക്ക് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമുക്ക് ഈ ഹാർഡ്വെയർ ആർക്കിടെക്ചർ നമുക്ക് പഠിക്കാമെന്നില്ല. ജസ്റ്റ് അത് എന്താണെന്ന് അറിഞ്ഞിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു PPT ഉൾപ്പെടുത്തിയാണ്. ഹാർഡ്വെയർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോൺ ന്യൂമൻ ആർക്കിടെക്ചറിനെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനമാണ്. അഥവാ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്ട്രക്ഷനും ഡാറ്റയും സെപ്പറേറ്റ് സ്റ്റോറേജിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക, ഡിസൈൻ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് വേർ
there are separate storage and സെപ്പറേറ്റ് ബസ്സസ് ഫോർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ. അപ്പൊ ഇൻസ്ട്രക്ഷനും ഡാറ്റയ്ക്കും സെയിം മെമ്മറി അല്ല യൂസ് ചെയ്യുന്നത്, ഡിഫറെന്റ് മെമ്മറിയും അതേപോലെ തന്നെ ഡിഫറെന്റ് ബസ്സുകളും യൂസ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ ആണ് ഹാർവാർഡ് ആർക്കിടെക്ചർ. ഒറ്റ പോയിന്റ് മാത്രം ഉൾപ്പെടുത്തിയിട്ടു എന്താണ് ഹാർവാർഡ് ആർക്കിടെക്ചർ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുക. അതിനു വേണ്ടി മാത്രം ജസ്റ്റ് ഒരു സ്ലൈഡ് ഉൾപ്പെടുത്തിയാണ്. അതേപോലെ നോക്കുക നോൺ വോൺ ന്യൂമൻ മോഡൽ അല്ലെങ്കിൽ നോൺ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അല്ലെ. വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ആണ് ആക്ച്വലി നമ്മൾ എപ്പോഴും തിയറി പഠിക്കുമ്പോൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി റിസർച്ച് ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ നമ്മൾ നോൺ വോൺ ന്യൂമൻ ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് പല റിസർച്ച് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്. അഥവാ അതിൽ ചെയ്യാനല്ല, ആ ടൈപ്പ് കമ്പ്യൂട്ടേഴ്സിനാണ് ചെയ്യുന്നത്, അഥവാ ഹൈ എൻഡ് സിസ്റ്റങ്ങൾ. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ നമുക്കറിയാം വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? SIST എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. SIST ആണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ, സിംഗിൾ ഇൻസ്ട്രക്ഷൻ സിംഗിൾ ഡാറ്റ. പക്ഷേ ഇപ്പൊ ഇവിടെ പറഞ്ഞതാണ് ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം, വൺ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു ടൈപ്പ് കമ്പ്യൂട്ടേഴ്സ് ആണ് ഏതിൽ വരുന്നത്? ക്ലാസിഫൈഡ് അണ്ടർ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ. ഓക്കെ, വൺ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈപ്പുള്ള ഇൻസ്ട്രക്ഷൻസ് വരുന്നു. ആ ഒരു ആർക്കിടെക്ചർ എന്തെന്ന് പറഞ്ഞാൽ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ. പക്ഷേങ്കിൽ നോൺ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈം പ്രോസസ് ചെയ്യുന്നത്. അഥവാ നമ്മൾ പാരലൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് പാരലിസം, ഡിഗ്രി ഓഫ് പാരലിസം ഹൈ ആയിരിക്കും അവിടെ. അപ്പോൾ പാരലൽ ആയിട്ട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയാ, ആ ഒരു ആർക്കിടെക്ചറിനെയാണ് നോൺ വോൺ ന്യൂമൻ മോഡൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ എന്തുണ്ട്? മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഷൻസ് ആർ പെർഫോം അറ്റ് ദ സെയിം ടൈം റണ്ണിങ് ദ പ്രോഗ്രാം ഫാസ്റ്റർ. അഥവാ ഒരു ഇൻസ്ട്രക്ഷൻ അല്ല, ഒന്നിൽ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഒറ്റ ടൈമിൽ പെർഫോം ചെയ്യുന്ന ടൈപ്പുള്ള ആർക്കിടെക്ചേഴ്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ നോൺ വോൺ ന്യൂമൻ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അതേപോലെ തന്നെ ന്യൂറൽ നെറ്റ്വർക്ക്, നമ്മൾ ഡീപ് ലേണിംഗ് ഏരിയയിലൊക്കെ നമ്മൾ ചെയ്യുന്ന ന്യൂറൽ നെറ്റ്വർക്ക്, അതൊക്കെ നമ്മൾ നോർമലി റൺ ചെയ്യുന്നത് ഹൈ എൻഡ് സിസ്റ്റങ്ങളിലും അല്ലെങ്കിൽ GPU സിസ്റ്റങ്ങളിലൊക്കെ അല്ലേ. അപ്പൊ അവിടെ പാരലൽ പ്രോസസിംഗ് ആണ് നടക്കുന്നത്. അതേപോലെ MIMD ആർക്കിടെക്ചർ, DNA കമ്പ്യൂട്ടിങ്, പാരലൽ കമ്പ്യൂട്ടിങ്, ഇതൊക്കെ നോൺ വോൺ ഹ്യൂമൻ ആർക്കിടെക്ചറും അല്ലെങ്കിൽ ആ ടൈപ്പ് മോഡലിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പിനെ സിഒയിലേക്ക് ഇറങ്ങി ചെല്ലാണ്. രജിസ്റ്റർ ട്രാൻസ്ഫറും അതേപോലെ തന്നെ മൈക്രോ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.